പുനലൂർ മേഖലയിൽ നാഷണൽ ഹൈവേ അധികൃതർ റോഡ് സുരക്ഷാ മുൻകരുതലുകൾ എടുക്കുന്നില്ല എന്ന് പരാതി. വലിയ വളവുകൾ മരണക്കെണിയായി മാറുകയാണ്. ഇവിടെയൊന്നും ആവശ്യമായ മുന്നറിയിപ്പ് ബോർഡോ ബാരിക്കേഡോ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളോ ഇല്ല. രണ്ട് സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ തമിഴ്നാട് അതിർത്തി മുതൽ പുനലൂർ വരെയുള്ള വലിയ വളവുകളിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമായി തുടരുന്നു. വാഹനാപകടം പതിവാകുന്ന സാഹചര്യത്തിൽ വെള്ളിമലയ്ക്കും പുനലൂരിനും 10ഓളം വളവുകളിൽ അപകടങ്ങളാണ്. അതിൽ വാളക്കോട് മേൽപ്പാലത്തിന് സമീപമുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. നമ്മുടെ ഇത്രയും ടെക്നോളജി വളർന്ന സാഹചര്യത്തിൽ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുനലൂരിന് കിഴക്ക് ഭാഗം വാളക്കോടിനും വയനാടിനും ഇടയ്ക്ക് ഉള്ള ദുരന്തമായിട്ട് നിൽക്കുന്ന രണ്ട് മേഖലയാണ്. ഒന്ന് നമ്മുടെ പള്ളിക്ക് താഴെ അവിടെ ഭയങ്കര അപാകത നേരിടേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടാണ്. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകിക്കൊണ്ട് ജനങ്ങളെ ചേർത്ത് നിർത്താനുള്ളത് ഇന്ന് സമൂഹത്തിൻ്റെ അനിവാര്യമായ ഒരു കാര്യമാണ്. ഒരു ജീവൻ അപകടത്തിൽപ്പെടുകയും ഒരു ജീവൻ ഇന്ന് ജീവച്ഛവമായി നിൽക്കുകയും ചെയ്യുന്നൊരവസ്ഥയും നമ്മുടെ ഈ NH റോഡിൽ നിലനിൽക്കുന്ന സാഹചര്യമാണ്. എല്ലാ ജനവിഭാഗങ്ങളും സഞ്ചരിക്കുന്നത് ഈ NH പാതയിൽ കൂടെയാണ് മിക്കവാറും എല്ലാ വാഹനങ്ങളും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് നല്ലൊരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഇതിൻ്റെ PWD ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് താഴ്ന്നോട് അപേക്ഷിക്കുന്നത്. തെക്കൻ ജില്ലയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് സർവീസ് നടത്തുന്ന KSRTC ബസ്സുകളും തമിഴ്നാടിന്റെ SCTC ബസ്സുകളും സഞ്ചരിക്കുന്നത് ഈ പാതയിൽ കൂടിയാണ്. വാഹനങ്ങളുടെ അമിത വേഗത കാരണം സാധാരണ ജനങ്ങൾക്ക് റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമായി മാറിയിരിക്കുകയാണെന്ന് പരാതി. പോലീസ് ബാരിക്കേഡ് വെച്ചിരിക്കുന്ന ഭാഗത്ത് വണ്ടി മറിഞ്ഞാൽ റെയിൽവേ പാളത്തിലാണ് ചെല്ലുന്നത്. ഓരോ ദിവസവും അവിടെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നും പാറയും മണലും കയറ്റി ഓരോ ദിവസവും 100 കണക്കിന് 28-30 വീലുകളുള്ള ഹെവി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഏകദേശം 500 വാഹനങ്ങൾ ശരാശരി ഒരു ദിവസം ഇതുവഴി കടന്നു പോകുന്നു. വാളക്കോട് വലിയ വളവിൽ 5 വർഷങ്ങൾക്ക് മുൻപ് ഒരു CPM നേതാവ് ലോറി ഇടിച്ച് മരിക്കുകയും മറ്റൊരാൾ അപകടത്തിൽ ഇന്നും ഗുരുതര പരിക്കുകളോടെ കഴിയുകയുമാണ്. റിപ്പോർട്ടർ സുരാജ്, പുനലൂർ. പുനലൂരിന്റെ പൊൻതിളക്കം അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഫോൺ 0475 291 2916 8129 69916.